Our next topic is organization structure. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനോട് ബന്ധപ്പെട്ട കുറേ ടേംസ് ആയിരുന്നു. ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. The systematic arrangement of the people working for the organization in order to achieve predetermined goals. ഒരു കോമൺ ഒബ്ജക്റ്റീവിന്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി, ആ ഒരു കമ്പനിയിലെ കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നായിരിക്കും. ആ ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിനെ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഫോർ എ common objective. Also, it works under top administration. It defines authorities and responsibilities of each individual and provides good communication and coordination among individuals. Organization എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനും, അതായത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വലിനും എന്തൊക്കെയാണ് അധികാരങ്ങളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും, അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയും അതുപോലെ ഓരോ ഇൻഡിവിജ്വൽസ് തമ്മിലും, അതായത് ഓരോ വർക്കേഴ്സ്, മാനേജ്മെന്റ് പീപ്പിൾ, ഇവർ തമ്മിൽ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ 10 ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ടോപ്പിക് കവർ ചെയ്യണം. ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിൽ അവ പിന്തുടരേണ്ട 10 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്. ദർ മസ്റ്റ് ബി ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഒരു ഓർഗനൈസേഷന് ഒരു ഒബ്ജക്റ്റീവ് വേണം, അതായത് ഒരു ലക്ഷ്യം വേണം. അത് കറക്റ്റായി അല്ലെങ്കിൽ ക്ലിയർ ആയി ഡിഫൈൻ ചെയ്യുന്നതും ആയിരിക്കണം. Second one, principle of specialization. The organization should be such that every individual should be assigned a duty. ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ സ്കില്ലിനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസിനും അനുസരിച്ച് ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്യണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് specialization. Third one, principle of authority and responsibility. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വലിനും ഒരു അതോറിറ്റിയും അതുപോലെ റെസ്പോൺസിബിലിറ്റിയും ഈ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Fourth point is principle of coordination. Organization should provide sufficient coordination among various activities involved in achieving the goal. ഒരു certain goal അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സഫീഷ്യൻ്റ് ആയ കോർഡിനേഷൻ, അതായത് എല്ലാ ആക്ടിവിറ്റീസും തമ്മിൽ
ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാൻ കഴിയുകയുള്ളൂ. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്പീരിയറിന് താഴെ വരുന്ന അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിന് ഡയറക്റ്റ് ആയി കൺട്രോൾ ചെയ്യേണ്ട നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഒരു സിമിലർ ആയ ആക്ടിവിറ്റീസിനും അതിനോട് അനുബന്ധിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ വർക്ക് ലോഡ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഈക്വലായി അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയി വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. സെവൻത് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്സും, ഒരു ഓർഗനൈസേഷന്റെ എല്ലാ പാർട്സും തമ്മിൽ ജോയിന്റ് അല്ലേ എന്ന്, അല്ലെങ്കിൽ ജോയിന്റ് ആവാൻ വേണ്ടിയുള്ള സഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സഫിഷ്യന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എയ്ത്ത് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. All the departments of an organization should be balanced and the stability should be maintained. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ബാലൻസ്ഡ് ആയിരിക്കണം, അതുപോലെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നയൻത് പോയിന്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഒരു ഓർഗനൈസേഷനിൽ ടൈമിനനുസരിച്ച്, അതായത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ ആൾട്ടറേഷൻസ്, അതായത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുകളിലോ മറ്റും ആൾട്ടറേഷൻസ് വേണ്ടിവരും. ആ ആൾട്ടറേഷൻസിനെ ഉൾക്കൊള്ളാൻ തക്ക കഴിവുള്ളതായിരിക്കണം ഒരു ഓർഗനൈസേഷൻ. 10th and last point is principle of simplicity. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. അതായത് അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ പേഴ്സണും അത് എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയണം. ഈ 10 പോയിന്റ്സ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. നോർമലി ഓർഗനൈസേഷൻ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. First one is line, military or scalar organization. Second one, functional organization. And the last one is line and staff organization. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയെ നിയന്ത്രിക്കുന്നത് 3 രീതിയിലാണ്. ആ 3 രീതികളും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് line or military or scalar organization. ഇതിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടോപ്പ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ മാനേജർ ആയിരിക്കും. ആ ജനറൽ മാനേജറിന് അണ്ടറായി 5 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. സെയിൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ളത്. ഈ 5 ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഈ 5 മാനേജേഴ്സ് ഉണ്ട് ഈ ജനറൽ മാനേജറിന് താഴെ. The immediate superior give orders to the subordinates, assign duties, dismisses and takes disciplinary action. അതായത് ഏറ്റവും താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അതിനു മുകളിൽ വരുന്നത് ഫോർമാൻ. അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ ആണ്. ആ പ്രൊഡക്ഷൻ ഓർഗനൈസേഷനിൽ വർക്കേഴ്സിന് മുകളിൽ ഫോർമാനെ കൺട്രോൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ മാനേജർ ആണ്.
ഇവയെല്ലാം ഓരോ ലൈനായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, അതായത് വർക്കേഴ്സിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആണ് ഫോർമാൻ എന്ന് പറയുന്നത്. ഫോർമാന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആണ് പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ മാനേജറുടെ സുപ്പീരിയർ ആണ് ജനറൽ മാനേജർ. ഈ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ലൈൻ അല്ലെങ്കിൽ മിലിറ്ററി ഓർ സ്കാലാർ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഈ ഒരു സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ സ്ട്രക്ചർ. ഇതിലെ authorities and responsibilities are clearly defined. It leads to disciplined work, flexible and easy to expand and contract. The communication among workers is very quick. Also, there will be greater coordination within the section. Also, quick decisions can be taken. Disadvantages എന്ന് പറയുന്നത് ചെറിയ ഓർഗനൈസേഷനിൽ മാത്രമേ ഈ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ലൈൻ ഓർഗനൈസേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് എൻകറേജസ് ഡിക്റ്റോറിയൽ വേ ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്വേച്ഛാധിപത്യപരമായ, അതായത് ജനറൽ മാനേജർക്ക് തീരുമാനിക്കാം ആ കമ്പനിയിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ജനറൽ മാനേജർ ആയിരിക്കും. Also, it neglects specialists' advice, due to which there is more wastage of materials and man hours. മെറ്റീരിയൽ വേസ്റ്റേജും അതുപോലെ മാൻ അവേഴ്സ്, സമയനഷ്ടവും ഉണ്ടായിരിക്കും. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് too many duties ഉണ്ടായിരിക്കും. ഡ്യൂട്ടീസ് വളരെ കൂടുതലായിരിക്കും. ഓൾസോ പുതിയ ഇന്നോവേഷനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഓൾസോ കമ്പനി വിപുലീകരിക്കപ്പെടുന്നതിനുള്ള ചാൻസസും കുറവായിരിക്കും. നോ ചാൻസസ് ഓഫ് എക്സ്പാൻഷൻ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജനറൽ മാനേജർ ഉണ്ട്. ജനറൽ മാനേജർക്ക് താഴെ പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ എന്നിവരുണ്ട്. അതിനു താഴെ ഫോർമാൻ, സൂപ്രണ്ട്സ്, അക്കൗണ്ടന്റ് എന്നിവർ, അവർക്ക് താഴെ വർക്കേഴ്സ് ഉണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ ലൈൻ ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ഫംഗ്ഷനും ഹാൻഡിൽ ചെയ്യാൻ ഒരു എക്സ്പേർട്ടിനെ നിയമിക്കും. അതായത് ഈച്ച് എക്സ്പേർട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതിന് പകരം ഒരു പർട്ടിക്കുലർ പ്രോസസ് മാത്രം, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഒരു പർട്ടിക്കുലർ പ്രോസസ് മാത്രം സൂപ്പർവൈസ് ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഒരു കമ്പനിയിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് പ്രൊഡക്ഷനിലായാലും അല്ലെങ്കിൽ എവിടെ ഇലക്ട്രിക് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യുന്ന എക്സ്പെർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് it makes use of specialists to give expert advice to workers. Also, it increases quality of work due to specialization. It reduces the number of accidents, wastage of materials. It provides relief to top executives. അതായത് ടോപ്പ് എക്സിക്യൂട്ടീവ്സിനുള്ള ചുമതലകൾ കുറവായിരിക്കും. It separates mental work from physical work. അതായത് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരിക്കും, അവർക്ക് താഴെയാണ് വർക്കേഴ്സ് ഉണ്ടായിരിക്കുക. ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ഓവറോൾ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ഹാസ് എ പോസിബിലിറ്റി ഓഫ് ഡെവലപ്പിംഗ് ആൻഡ് എക്സ്പാൻഡിങ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദർ വിൽ നോട്ട് ബി മച്ച് കോർഡിനേഷൻ എമംഗ് സ്പെഷ്യലിസ്റ്റ്. അതായത് പല സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോർഡിനേഷൻ ചിലപ്പോൾ ഇല്ലാതായിരിക്കാം. Also difficult to maintain discipline as each worker is responsible for various specialists. ഓരോ സ്പെഷ്യലൈസേഷനും ഡിഫറെന്റ് വർക്കേഴ്സ് ഉള്ള കാരണം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൾസോ ഫിക്സിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് ഡിഫിക്കൽട്ട്. ഇറ്റ് മേ ലീഡ് ടു കോൺഫ്ലിക്ട്സ് എമംഗ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ഈക്വൽ റാങ്ക്സ്. ഓൾസോ എക്സ്പെൻസീവ് ആണ്. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്.